പഴയ ഒരു തറവാട്ട് വീട് അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് മോഡേൺ ആക്കി മാറ്റുക. ഞങ്ങളുടേത് ഒരു അത്ര പഴയ വീടൊന്നും അല്ലെങ്കിലും ഒരു പ്ലാനും സ്കെച്ചും ഒന്നും ഇല്ലാതെ പഴയ ഒരു വീടെടുത്ത് പുതിയ രൂപത്തിലാക്കി വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പല വിധത്തിലുള്ള അസൗകര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 4-5 മുറി ഉണ്ടെങ്കിൽ ഈ 4-5 മുറിയുടെ വാതിലുകളെല്ലാം തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലെ ഒരു ഹാളിലേക്കായിരുന്നു. ഇത് പലതരത്തിലുള്ള ഒരു അസൗകര്യം നമുക്കുണ്ടാക്കി. പ്രത്യേകിച്ച് ഒരു പ്രൈവസി കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഇതെങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇതുപോലൊരു പരസ്യം നമ്മൾ കണ്ടത്. പഴയ വീടിന് പുതിയ മുഖം. ആ പഴയ വീടിന് പുതിയ മുഖം എന്ന പരസ്യം കണ്ട് അതിൽ യൂട്യൂബിൽ അതൊക്കെ സെർച്ച് ചെയ്ത്, പ്രത്യേകിച്ച് എൻ്റെ മകനാണ് ആ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ റിപ്പയർ കൊച്ചിൻ എന്ന ഒരു സ്ഥാപനമാണ് ഇതിങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ശ്യാം സാറിനെ കോണ്ടാക്ട് ചെയ്യുകയും സാർ ഇവിടെ വന്ന് ഫ്രണ്ടിലിരുന്ന് ആകെക്കൂടി ഒന്ന് നോക്കുകയും ഇത് പുതിയ ഒരു പ്ലാൻ തയ്യാറാക്കി തരികയും ചെയ്തു. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കാണുന്ന ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മിക്കവാറും വീടുകളിലൊക്കെ റിനോവേഷൻ ചെയ്യുന്നത് പ്രൈവസി ഉണ്ടാക്കുക, ഓപ്പൺനെസ് ഉണ്ടാക്കുക, പിന്നെ മക്കളുടെ കല്യാണമൊക്കെ വരുന്ന സമയത്തൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് വീട്ടിൽ നല്ല വെളിച്ചം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഇവരുടെ ഡ്രോയിങ് ആൻഡ് ഡൈനിങ് സ്പേസ്. ഫ്രണ്ടില് പോർച്ച് ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു വിൻഡോ ഉണ്ടായി കഴിഞ്ഞാൽ അത്രയധികം ലൈറ്റ് ഒന്നും ഇവിടേക്ക് വരില്ല, ഈ ഭാഗത്തൊന്നും തന്നെ വെളിച്ചം ഇവിടെ വരില്ല. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് നല്ല ലൈറ്റുള്ള വീട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു. അതുകൂടാതെ നമുക്ക് ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നോക്കി, ഇവിടെ ഒരു പോർച്ചൊക്കെ ഉണ്ട്. ഇവിടെ ഡൈനിങ് റൂമിനകത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് പോർച്ചിന്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോയിട്ട്, പോർച്ച് നമ്മൾ 7 പൊക്കത്തിലാണ്. അപ്പൊ മിഡ് ലാൻഡിംഗ് ലെവലിൽ ഒരു പോർച്ച് ഉണ്ട്, ആ പോർച്ചിലേക്ക് ഒരു ആക്സസ് കൊടുക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഡ്രോയിങ് ആൻഡ് ഡൈനിങ് റൂം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഒരു ആക്സസ് ഉണ്ട്. നമ്മളെ ഇവിടെ ഫർണിച്ചർ ഉണ്ട്, ഇത്രയും സ്ഥലമുണ്ട്, ഈ ഒരു സൈഡ് ഉണ്ട്. അപ്പോ ഫർണിഷിങ് വലിയ പാടാ. ഇനി പോർച്ചിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലേ നമ്മളിങ്ങനെ ഒരു കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ പൊങ്ങിപ്പോയില്ലേ, അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് എത്തുമ്പോ കാറൊക്കെ ചേർത്തിടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. ഇനി അടുത്തത്, അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസിലേക്ക് വരുന്ന ഒരു ആക്സസ് അടുക്കളയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ടാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് അടുക്കളക്കകത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെങ്കിലും ഭംഗിയായിട്ട് നമുക്കത് കൗണ്ടർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ ഡോറുകളെല്ലാം, ബെഡ്റൂമിൽ നിന്നുള്ള ഡോറുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് അടുക്കളയിൽ നിന്നുള്ള ഡോറും ഈ ഫ്രണ്ട് റൂമിലേക്കായിരുന്നു നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അക്കൂട്ടത്തില് ഇവിടെ ഈ പൂജാമുറി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഇവിടുന്ന് എടുത്ത് മാറ്റിയാണ് ഇവിടെ പൂജാമുറി സ്ഥാപിച്ചത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഈ പൂജാമുറി ആദ്യം തന്നെ വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. ഡോർ ഇവിടുന്ന് മാറി കിട്ടിയത് കൊണ്ട് നമ്മുടെ സൗകര്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ ഡ്രോയിങ് റൂമിനകത്തുനിന്നായിരുന്നു ഈ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ആ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന എൻട്രൻസ് നേരെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നേരെ കണ്ടിരുന്നത് ബെഡ്റൂമിനകത്തേക്കാണ്. അപ്പൊ അതിന് പകരം ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നിടത്ത് ഇവിടെ നമ്മളൊരു പൂജാ റൂം കൊണ്ടുവന്നു. അതിനുശേഷം ഈ ബെഡ്റൂമിന്റെ എൻട്രൻസ് ഡൈനിങ് റൂമിനകത്തുനിന്നാക്കി. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടായി? ഫർണിഷ് ചെയ്യാനായിട്ട് നല്ല സ്ഥലം കിട്ടി. പൂജാമുറിയുടെ അവിടെ ഇരുന്ന ഡോറ് ഡൈനിങ് റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ബെഡ്റൂമിന് ഒരു പ്രൈവസി കിട്ടി. ഇവിടെ ഫ്രണ്ട് റൂമുകളിലേക്കുള്ള ഡോറുകളിലൊന്ന് ഈ ഭാഗത്തായിരുന്നു. കൂടാതെ ഇവിടെ മുകളിലത്തെ റൂമിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ് ഇവിടുന്നാണ് ആരംഭിച്ചിരുന്നത്. ഈ സ്റ്റെയർ കേസ് ബാക്കിലേക്ക് മാറ്റുകയും ഈ ഡോർ എടുത്ത് മാറ്റുകയും ചെയ്തത് വഴി അടുക്കളയ്ക്ക് സൗകര്യം കൂട്ടാനായിട്ട് സാധിച്ചു. ഫ്രണ്ട് റൂമിലേക്ക് ഉള്ള ഡോറുകൾ കുറയ്ക്കാനും സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ സ്പേസിൽ ഫർണിച്ചർ ഇടാനും സാധിച്ചു. കുറെ സ്പേസ് നമുക്ക് ബാക്കി അവശേഷിക്കുന്നുണ്ട്. ഒരു സ്റ്റെയർ കേസും ആ ഫ്രണ്ട് റൂമിൽ നിന്ന് നമ്മുടെ ഈ കാർ ഷെഡിന്റെ മോൾ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസൗകര്യമായിരുന്നു. അതും സാറ് ഈ പ്ലാനിനകത്ത് മാറ്റി സ്ഥാപിച്ചു തന്നു. ഇപ്പൊ നമ്മുടെ കാറ് സൗകര്യാർത്ഥം ഈ ഷെഡിലേക്ക് കയറി കിടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സൗകര്യമായി ഭവിച്ചു. ഈ 2 തൂണിന്റെ ഇടയിലായിട്ട്
ഇവിടെ നിന്ന് താഴത്തേക്കായിരുന്നു നേരത്തെ ഡ്രോയിങ് റൂമിനകത്തേക്കുള്ള സ്റ്റെയർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇത് അടുക്കളയുടെ ഏകദേശം പകുതി വരെയാണ്. അതാണ് ഞാൻ നേരത്തെ അടുക്കളയ്ക്കും സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റെയർ നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അപ്പൊ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടം വരെ ഒരു സ്റ്റെയർ നിൽക്കുമ്പോൾ ഈ കാർ ഇത്രയും കയറ്റിയിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസിനെ അങ്ങനെ തന്നെ എടുത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ലാൻഡിംഗ് ലെവലിലുള്ള റൂമിലേക്ക് എത്തണ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴത്തേക്കും തമ്മിൽ ചെയിൻ റിയാക്ഷൻ പോലെ പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഒന്ന്, കാറ് കയറി കിടക്കാൻ പറ്റി, അടുക്കളയ്ക്കകത്ത് സൗകര്യം കൂടി, ഡ്രോയിങ് റൂമിനകത്ത് സ്പേസ് കൂടി, വെറുതെ കിടന്നിരുന്ന ഈ മുറിക്ക് പ്രൈവസി വന്ന് വലിപ്പം കൂടി, അതിനകത്ത് അതൊരു ബെഡ്റൂം ആക്കി മാറ്റാൻ പറ്റി. അപ്പൊ പ്രാക്ടിക്കലി നമുക്ക് നേരത്തെ 4 ബെഡ്റൂം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ബെഡ്റൂം പോലും ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമിനെ ഡൈനിങ് റൂം ആക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ പോലും ഇതെല്ലാം സംഭവിച്ചതിന്റെ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് മാറിയതാണ്. പ്രൈവസി ഒന്നും ഇല്ലാത്ത ഒരു ഡ്രോയിങ്ങും ഡൈനിങ്ങും ചേർന്ന മുറി എന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ ഇവിടെയാണ്, ഇതിലെ നേരെ കയറി വരുന്നു, ഇവിടെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള ബെഡ്റൂമിന്റെ ഡോർ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബെഡ്റൂമിൽ പ്രൈവസി ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിലേക്കുള്ള ഡോർ ഇങ്ങനെ, ഇവിടെ അടുക്കളയിലേക്കുള്ള ഡോർ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ. ഞാൻ നേരത്തെ സ്റ്റെയറിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ആ മേളിലേക്ക് പോകുന്ന സ്റ്റെയർ അവിടെ വന്നു. പിന്നെ ഈ മുറിയിൽ നമ്മൾ എവിടെ ഫർണിച്ചർ ഇടും? എവിടെയോ ഒക്കെ എന്തോ ഒക്കെ കസേരയൊക്കെ ഇട്ട് ആൾക്കാർ ജീവിച്ചു വന്നു. അത് പോരല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂമിനെ നമ്മൾ ഡൈനിങ് റൂമിന്റെ ഭാഗമാക്കി മാറ്റി. അപ്പം അതിന്റെ ബാക്കിലായിട്ട് ഇത് മുറ്റമായിരുന്നു. ഈ ഡൈനിങ് റൂമിന്റെ ബാക്കിൽ ഈ സ്ഥലം മുറ്റമായിരുന്നു. ഇവിടെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്ന അതിന്റെ ഒരു സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ മുറ്റം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ സ്റ്റെയർ കേസ് റൂം ഉണ്ടാക്കി. അപ്പൊ സ്റ്റെയർ കേസ് റൂം ഉണ്ടാക്കിയപ്പോൾ ആ സ്പേസും കൂടി നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഭാഗമാക്കി. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസ് അത് ഇവിടെ ഇല്ല, അതിന് പകരം അത് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായിരുന്നു ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിനെ നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഭാഗമാക്കി. ഈ മൊത്തം സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ മൊത്തം സ്പേസ് നമ്മൾ ഡ്രോയിങ് റൂം ആക്കി എന്നുള്ളത് മാത്രമല്ല അവിടെ ചെയ്തത്, ഈ ഒരു വഴി അവിടെ നിന്ന് ഒഴിവായി. അപ്പോ നമുക്ക് ഇത്രയും സ്പേസ് ഭംഗിയായിട്ട് ഫർണിഷ് ചെയ്യാനായിട്ട് കിട്ടിയില്ലേ. അത് മാത്രമാണ് അടുക്കളയിലെ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ഇല്ലാതിരുന്ന അടുക്കളേനെ നല്ല ഷേപ്പുള്ള യു ഷേപ്പിൽ നമുക്ക് ഫർണിഷ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കാനും പറ്റില്ലേ. അത് കൂടാതെ അടുക്കളയെയും ഡൈനിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നല്ല രസമുള്ള ഒരു ഓപ്പൺ കിച്ചണും ലിവിംഗ് സ്പേസ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. ഈ ഭാഗത്തേക്ക് ഒന്നും തന്നെ ഡ്രോയിങ് റൂമിൽ വരുന്ന ഒരു ഗസ്റ്റിന് കാണാൻ പറ്റില്ല. അപ്പൊ പ്രൈവസിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്ത്. അത് മാത്രമാണോ, അടുക്കളയും നല്ല സ്റ്റൈലായിട്ട് കിട്ടിയില്ലേ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമും ഒരു സ്റ്റോർ റൂമും കൂടി ഒന്നിച്ചാക്കുകയും അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു വലിയ ഡൈനിങ് സ്പേസ് ആക്കി മാറ്റുകയും ആ ഡൈനിങ് സ്പേസിൽ നിന്ന് ഞങ്ങളുടെ പഴയ സ്റ്റെയർ കേസ് ഇങ്ങോട്ട് മാറ്റി അത് മുകളിലേക്ക് പോകത്തക്ക വിധത്തിലുള്ള സൗകര്യവും ഉണ്ടാക്കി തന്നു. കൂടാതെ ഈ ഡൈനിങ് സ്പേസിനകത്ത് ഒരു വാഷ് ബേസിനും ഒരു ബാത്റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് റൂമിൽ നിന്നുള്ള സ്റ്റെയർ ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് സ്റ്റെയർ അവിടെ നിന്ന് മാറ്റിയപ്പോൾ അടുക്കളയ്ക്ക് കുറച്ചുകൂടി സ്പേസ് വരികയും കുറച്ചുകൂടി കംഫർട്ടബിൾ ആകുകയും ചെയ്തു. ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു ഈ ബീമിന്റെ അവിടെ വരെ. ഈ സ്റ്റോർ റൂമിനെ നമ്മൾ ലിവിംഗ് റൂമിന്റെ ഭാഗമാക്കി. എന്ന് പറഞ്ഞാൽ ഡൈനിങ് അവിടെ ഉണ്ട്, ഇവിടെ ലിവിംഗ് ഉണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോകണം. ആ ഓപ്പൺ കിച്ചണിന്റെ എക്സ്ട്രീം കംഫർട്ടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഡൈനിങ് ടേബിൾ, ഇവിടെ ലിവിംഗ് സ്പേസ്, ഇവിടെ കിച്ചണിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നാണ് നമ്മൾ പറയണത്. എന്നാൽ പോലും ഇവിടെ കമ്പ്യൂട്ടർ വെക്കണതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഡ്രോയിങ് റൂമിൽ നിന്ന് ഒരു മനുഷ്യൻ ഈ ഒരു ഏരിയയിലേക്കും കാണില്ല. ആ എക്സ്ട്രീം പ്രൈവസിയും എക്സ്ട്രീം ഓപ്പൺനെസ് അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ കിച്ചണിന്റെ ആ ഒരു ഡിസൈൻ്റെ അകത്ത് നേരത്തെ നമ്മൾ സ്റ്റെയറിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ഡ്രോയിങ് റൂമിനകത്ത് എന്ന് പറഞ്ഞ സ്റ്റെയർ, ആ സ്റ്റെയർ ഇതിലേ വന്ന് ഇങ്ങനെയാണ് പോയിരുന്നത്. അപ്പം ഈ കിച്ചണിൽ ഈ കാണുന്ന ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിലേ വന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വളവായിരുന്നു. ഇവിടത്തെ വീതി ആകെ ഇത്ര ഉണ്ടായുള്ളൂ. അപ്പം ആ സ്റ്റെയർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിച്ചണിനെ ഭംഗിയായിട്ട് ഈ ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ നിങ്ങൾ വാക്വേ ഒക്കെ വളരെ കുറവാണ്. ഇവിടെ നമുക്ക് കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് വർക്ക് സ്റ്റേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു കൗണ്ടർ കൂടി ഉണ്ട്. ഈ വർക്ക് ഏരിയ ഉള്ളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് നമ്മൾ വളരെ എക്കണോമിക് ആയിട്ട് പഴയ സ്ട്രക്ചറിനകത്ത് ചെയ്തെടുത്തേക്കണം. ആ പഴയ സ്ട്രക്ചറിനകത്ത് ഇൻസുലേറ്റഡ് ഫോം ബോർഡ് വെച്ചിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പഴയ അടുക്കളയിൽ ഉണ്ടായിരുന്ന ക്യാബിനറ്റ്സ് ആണിത്. ആ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പഴയ ഗ്രാനൈറ്റ് തന്നെ നമ്മൾ റീയൂസ് ചെയ്തു. അങ്ങനെ ഇവിടെ ക്ലോസപ്പ് ആയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഗ്രാനൈറ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇവിടെ ഒരു കട്ട് പീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ സൂത്രപണികളൊക്കെ കൂടി ചെയ്തിട്ട് നമ്മൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആയിട്ട് ഈ സ്പേസ് നമ്മൾ കൺവേർട്ട് ചെയ്തേക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം വേണം എന്നുള്ള നിർബന്ധം കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത് ആക്ച്വലി പഴയ ഒരു ടോയ്ലറ്റ് ആയിരുന്നു. ഈ ടോയ്ലറ്റിന്റെ ഡോർ ഈ അറ്റത്തായിരുന്നു. അപ്പൊ അങ്ങനെ അറ്റത്തൊരു ഡോർ വന്നിട്ട് സ്റ്റോറിന്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് സ്പേസ് ഒന്ന് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഡോർ എടുത്ത് അടുക്ക് വെച്ചു.
സ്റ്റോർ റൂമിനകത്ത് നമ്മൾ കയറുന്നു. സ്റ്റോർ റൂമിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലും തട്ടുകൾ കൊടുത്തു, ഇപ്പുറ സൈഡിലും തട്ടുകൾ കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ ഉള്ള സ്പേസ് ഭംഗിയായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഈ തട്ടുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഡോർ ഒന്നും കൊടുത്തില്ല. സ്റ്റോർ റൂം നമുക്ക് ഇവിടെ ഈ ഡോർ തന്നെ വളരെ ഡീസെന്റ് ആയിട്ട് അങ്ങ് അടച്ച് കൂട്ടി ഭംഗിയായിട്ട് പൊക്കൂടാം. ഒന്ന് നോക്കിയേ, കിച്ചൺ, ലിവിങ്, ഡൈനിങ്, സ്റ്റെയർ കേസ്. ഇത്രയും സ്ഥലം എവിടെ വന്നത്? കിച്ചൺ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്റ്റെയർ കേസ് പോയപ്പോൾ ഇത്രയും ഈ ഒരു സ്പേസ് കിച്ചണിന്റെ അകത്തേക്ക് വന്നു. ഈ സ്റ്റോർ റൂമിനകത്ത് അൺയൂസ്ഡ് ആയിട്ട് കിടന്നിരുന്ന സ്ഥലം നമ്മുടെ അടുക്കളയിലേക്ക് വന്നു. മുമ്പുണ്ടായിരുന്ന ബെഡ്റൂമാണിത്. ആ ബെഡ്റൂമിനെ ഡൈനിങ് ഏരിയ ആക്കിയപ്പോൾ ഈ ഒരു വാൾ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ മുറ്റമാണ് നിന്നിരുന്നത്. ആ മുറ്റത്ത് നിന്നുള്ള കുറച്ച് സ്പേസ് നമ്മൾ എടുത്തിട്ട് ആ സ്റ്റെയർ കേസ് കൊണ്ടുവന്നു. ഭയങ്കര ലളിതമായിട്ടുള്ള ചേഞ്ചസ് ആണ്. ഈ ഒരു വാളും മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള വളരെ സുന്ദരവും രസകരവുമായിട്ടുള്ള ഒരു വീടായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ മാറിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല, ഫസ്റ്റ് ഫ്ലോറിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുതിയ സ്റ്റെയർ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വലിയ ജനല്, ഒരു ഗ്ലാസ് ഇട്ട ഒരു ജനല് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ജനല് നിന്നാണ് നമുക്ക് ഈ ഡൈനിങ് സ്പേസിലേക്ക് ആവശ്യമായിട്ടുള്ള വെട്ടം കിട്ടുന്നത്. വെളിയിലൊരു സ്ഥലത്തിരിക്കുമ്പോൾ എന്ത് അനുഭവമാണോ ഉണ്ടാകുന്നത്, അതാണിപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് സ്പേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ എടുത്തു കഴിഞ്ഞാലേ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കര മാറ്റങ്ങളാണ്. ഇവിടെ നോക്കിയേ, നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കിയേ. ഇവിടെ പുറകിൽ നിന്നിരുന്ന കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് ഏരിയ ഉണ്ട്. ആ റൂഫ് ഏരിയനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിങ് സ്പേസ് ആക്കിയിട്ട് ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു മച്ച് ഉണ്ടായിരുന്നു. ആ മച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫിന്റെ മുകളിലേക്ക് പൊക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല രസമുള്ള ഡബിൾ ഹൈറ്റ് വന്നു. ഈ സ്റ്റെയർ കേസ് കൂടെ കയറി വന്നിട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓപ്പൺ ടെറസ് ആയിട്ട് കിടന്നിരുന്ന സ്ഥലം അതിനൊരു ഫാമിലി ലിവിങ് സ്പേസ് ആക്കി മാറ്റി. ആ ഫാമിലി ലിവിങ് സ്പേസിൽ കൂടെ ഈ ബെഡ്റൂമിലേക്കുള്ള വഴി കൊണ്ടുവന്നു. ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്നത്. ഇവിടെ നല്ല രസമുള്ള ഡബിൾ ഹൈറ്റ് വന്നു. ഈ സ്റ്റെയർ കേസ് കൂടെ കയറി വന്നിട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓപ്പൺ ടെറസ് ആയിട്ട് കിടന്നിരുന്ന സ്ഥലം അതിനൊരു ഫാമിലി ലിവിങ് സ്പേസ് ആക്കി മാറ്റി. ആ ഫാമിലി ലിവിങ് സ്പേസിൽ കൂടെ ഈ ബെഡ്റൂമിലേക്കുള്ള വഴി കൊണ്ടുവന്നു. ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തൊരു കാര്യം, ഇവിടെ ഒരു ബേ വിൻഡോ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാല് താഴത്തേക്ക് നമുക്കൊരു ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു സ്പേസിലേക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാവുന്ന തരത്തിൽ ഒരു ബേ വിൻഡോ കൊണ്ടുവരുമ്പോൾ ആ ബേ വിൻഡോ താഴത്തെ ഡൈനിങ് റൂമിനകത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കില്ലേ? അതാണ് സാധാരണ വീടുകളിൽ നിന്ന് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരു എലമെന്റ്. നേരത്തെ താഴെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിന്റെ ഒരു ഓടിട്ട റൂഫും ഒരു മച്ചും ഉണ്ടായിരുന്നു. ആ മച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയി. ആ ബെഡ്റൂം ഉണ്ടായിരുന്ന സ്ഥലത്ത് താഴത്തെ ലിവിംഗ് സ്പേസ് കൊണ്ടുവന്നപ്പോൾ അതിലേ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെയർ കൊണ്ടുവന്ന് നല്ല രസമായിട്ട് ഈ മോഡില് ബാക്കിൽ ഓപ്പൺ ടെറസ് ആയിട്ട് കിടന്നിരുന്ന സ്ഥലമാണ് നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്ത റൂഫ് ആക്കിയിട്ട് ഒരു ഫസ്റ്റ് ഫ്ലോർ ഫാമിലി ലിവിംഗ് ആക്കി ഉപയോഗിക്കുന്നത്. ഈ മച്ച് നമ്മുടെ പഴയ മച്ച് തന്നെ എടുത്ത് ആയിട്ട് ഡബിൾ ഹൈറ്റിന്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തേക്കണം. ഇവിടെ ഇങ്ങനെ കുറെ ഭാഗം ഓടും, കുറെ ഭാഗം മച്ചും, കുറെ ഭാഗം കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ കുറെ അധികം സ്ട്രക്ചറൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഇതൊരു തൂണാണ്, ആ കാണുന്നത് ഒരു തൂണാണ്, ഇവിടെ ഒരു ബീമാണ്, ഇവിടെ ഒരു ബീമുണ്ട് എന്ന് വേണ്ട ഇത്തരത്തിലുള്ള പല സ്ട്രക്ചറൽ പ്രത്യേകതകളും ഉള്ളത് കൊണ്ടാണ് ഈ വീട് ഇത്ര സുന്ദരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അൺനെസസറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഒറ്റയ്ക്ക് ഒരു തൂണ് പോലും നിൽക്കുന്നുണ്ടാവില്ല. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഷീറ്റ് ഇട്ട ഒരു റൂമായിരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതിനെ അവരൊരു ലിവിങ് സ്പേസ് ആക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മുറിയിൽ ഒരു ബേ വിൻഡോ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലിവിങ് സ്പേസിനകത്ത് ഒരു വാഷ് ബേസിനും ഒരു കണ്ണാടിയും ഒക്കെ ഫിറ്റ് ചെയ്ത് അതിനെ കൂടുതൽ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുമ്പോഴുള്ള ഒരു ബെഡ്റൂമാണിത്. നേരത്തെ ഉണ്ടായിരുന്ന ബെഡ്റൂം തന്നെയാണ്. അതിലൊരു ബേ വിൻഡോയും സ്ഥാപിച്ച് ഒരു വാർഡ്രോബും സ്ഥാപിച്ച് അതിനെ കൂടുതൽ സൗകര്യപ്രദമാക്കി മാറ്റിയിട്ടുണ്ട്. ബെഡ്റൂമിലുള്ള ഈ ബേ വിൻഡോയുടെ ഒരു പ്രത്യേകത, ഈ ബേ വിൻഡോയിലിരുന്ന് താഴെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ ഇരിക്കുന്നവരുമായി സംസാരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ലഭ്യമാണ്. നേരത്തെ ഇതിലൊരു സ്റ്റെയർ വന്നു, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇതിനെ ബെഡ്റൂം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇതിൽ കൂടെ കയറിയിട്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂം ഉണ്ട്, അത് ബെഡ്റൂം അല്ല. അത് കൂടാതെ ഇതിനിവിടെ ഇങ്ങനെ ഒരു ഹൈറ്റ് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ മിഡ് ലാൻഡിംഗ് ആണ്. മിഡ് ലാൻഡിംഗിൽ നിന്ന് പൊക്കത്തിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ഹൈറ്റിലേക്ക് പോകാനായിട്ട് അഡീഷണൽ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടാണ് കയറുന്നത്. അപ്പൊ ഇത്രയും സ്ഥലവും അവർക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പോ ഈ ബെഡ്റൂമിൽ കയറിയിട്ട് വേണ്ട താഴ്ത്തേക്ക് ഇറങ്ങാൻ, അതിന് പകരം ഈ പൊക്കത്തിൽ നിന്ന് ഒന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ബെഡ്റൂമിലേക്ക് എത്തി. ഇത് മിഡ് ലാൻഡിംഗ് ലെവലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ ചെയ്തത്. നേരത്തെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നിരുന്ന അതേ വഴിയിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? നേരത്തെ ഇവിടെ ഒരു മുറി വെറുതെ കിടക്കുകയായിരുന്നു, ബെഡ്റൂം ആയിരുന്നില്ല, പ്രൈവസി ഇല്ല. ഇപ്പോ അതേ മുറി ഒരു ബെഡ്റൂം ആയിട്ട് തന്നെ നമുക്ക് മാറിക്കിട്ടി. ഇവിടെ ഉണ്ടായിരുന്ന റേസ്ഡ് പ്ലാറ്റ്ഫോം ഒക്കെ എടുത്ത് കളയാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ മുറി നല്ല വലിയ മുറിയായിട്ട് നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ടോയ്ലറ്റ് ഒക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നതിനാണ്. അതൊന്നും ഒരു ചേഞ്ച് ചെയ്തിട്ടില്ല.
അതങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ബെഡ്റൂമുകാർക്കും കോമൺ ആയിട്ട് ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. താഴെയുള്ള ഹാളിൽ നിന്ന് മുകളിൽ ഈ റൂമിലേക്കായിരുന്നു നേരത്തെ സ്റ്റെയർ കേസ്. ആ സ്റ്റെയർ കേസ് ഇപ്പോൾ നമ്മുടെ മുകളിലത്തെ ആ ലിവിംഗ് സ്പേസിൽ നിന്ന് താഴോട്ട് വന്ന് ഈ ബെഡ്റൂമിലേക്ക് ആക്സസ് ആയി. മാത്രവുമല്ല, നേരത്തെ ഈ മുകളിലുണ്ടായിരുന്ന 2 ബെഡ്റൂമുകളിൽ ഒന്നിലേക്ക് പ്രവേശനം ഈ ഒരു ബെഡ്റൂമിൽ കൂടി ആയിരുന്നു. അതും ഇപ്പൊ മാറിക്കിട്ടി. ഈ വീടിന്റെ തലവര മാറ്റിയത് ഞാനിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തുള്ള ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസ് ആണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. അത് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രോയിങ് റൂമിനകത്തു നിന്നായിരുന്നു ഈ വഴി വന്നിരുന്നത്. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു മുറിയിൽ വരും. ഇത് ബെഡ്റൂം എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു മുറി എന്ന് പറയാം. എന്താ കേസ് എന്ന് പറഞ്ഞാല് ഒന്നും ഇതിന് വലിപ്പില്ലായിരുന്നു. അവിടെ മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ബാക്കിയുള്ള സ്ഥലത്തിന് പൊക്കത്തിലായിരുന്നു. ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു. ഈ സ്റ്റെയറിൽ കൂടെ ഒരു പൊക്കത്തിലെത്തും. ഈ പൊക്കത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഈ ഡോർ വഴിയാണ് മുകളിലത്തെ റൂമിലേക്ക് പോയിരുന്നത്. അപ്പൊ എന്താ പ്രശ്നം? ഇതൊരു ചെറിയ മുറിയുമാണ്. അത് മാത്രമല്ല, ഒരു ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. ആ പോർച്ചിന്റെ മുകളിലുള്ള മുറിയിൽ നിന്ന് ഇതിലെയാണ് ഇങ്ങോട്ട് കയറിയിരുന്നത്. അപ്പൊ ഈ മുറിക്കും ചില സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ ആ സൗകര്യക്കുറവ് മാറി താഴെ നമുക്കൊരു ബെഡ്റൂമും കിട്ടി. ഈ ബെഡ്റൂമിന്റെ എൻട്രൻസ് എളുപ്പത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് കയറി വരുന്ന സ്റ്റെയർ വഴി ഈ ലിവിംഗ് സ്പേസിന് ഇതിനകത്തേക്കായി. അത് കൂടാതെ ഈ റൂമിനകത്ത് നിന്ന് നമുക്ക് ഈ ബേ വിൻഡോ വഴി താഴത്തെ ലിവിംഗ് സ്പേസിലേക്ക് കണ്ട് സംസാരിക്കാനുള്ള സൗകര്യം കൂടി വന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഓടിട്ടിരുന്ന കുറെ പോർഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ പഴയ ഓടിട്ടിരുന്ന പോർഷൻസാണ്. ഇവിടെ ഓടായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ റേസ് ചെയ്തിട്ട് വേറെ ഒരു ലെവലിൽ ആ റൂഫ് കൊണ്ടുവന്നപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു വീടായിട്ട് മാറുക എന്ന് പറയുന്നത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ്. ഓടിട്ടിട്ടുള്ള ട്രഡീഷണൽ ഹൗസ്. താഴെ ആ ഒരു ലിവിംഗ് സ്പേസ് കണ്ടില്ലേ നമ്മൾ, ഡബിൾ ഹൈറ്റ് ഉള്ളത്. ആ സ്പേസിന്റെ മുകളിലാണിത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് റൂഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസിന്റെ മുകളിൽ, ഇത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റിന്റെ മുകളിലായിട്ട് വരുന്നതാണ്. ഈ നിൽക്കുന്നത് താഴെ നമ്മൾ പുതിയതായിട്ട് എടുത്ത സ്റ്റെയർ കേസ് റൂമാണ്. സ്റ്റെയർ കേസ് റൂമിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താഴെ വീടിനകത്ത് നല്ല ലൈറ്റാ. ആ ലൈറ്റ് വരുന്നതിന്റെ ഒരു കാരണം ഈ പർഗോളയാണ്. ഈ പർഗോള മാത്രമല്ല, താഴെ നമ്മളൊരു വലിയ വിൻഡോ ഉണ്ട്. ആ വിൻഡോയും അതിനൊരു കാരണമാണ്. ഈ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത് ഇവർക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്നു. ആ സെപ്റ്റി ടാങ്കിന്റെ ഭാഗത്തെ ലോഡിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതും കൂടി ഞാൻ താഴെ വന്നിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഉള്ളിലത്തെ എയർ റൂം ഈ കാണുന്നത് ഞാൻ നേരത്തെ ഉള്ളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെപ്റ്റി ടാങ്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സെപ്റ്റി ടാങ്കിന്റെ ഇഷ്യൂ കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബീം നിൽക്കുന്നുണ്ട്. ഈ ബീം അതിന്റെ ഉള്ളിലത്തെ സ്റ്റെയർ റൂമിന്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ബീം മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ വേറെ ബീമുണ്ട്, അവിടെ ബീമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സെപ്റ്റി ടാങ്കിന്റെ മുകളിലേക്ക് ലോഡ് വരാതെ നമ്മളെ സ്ട്രക്ചർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വീടിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് സ്പേസസ് ഒക്കെ ഒന്ന് മാറ്റി, മുമ്പുണ്ടായിരുന്ന അതേ സ്പേസിനെ വളരെ കൂടുതൽ ഈ ആംബിയൻസിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് ഏരിയ അഡീഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതുപോലത്തെ ഇത്രയും വലിപ്പമുള്ള ഒരു വീട്, ഫുള്ളായിട്ട് പുതിയ വീട് ഇത്രയും ഏരിയയിൽ ഉണ്ടാകണമെങ്കിൽ ഒരു ഇപ്പം നമ്മൾ വന്ന എക്സ്പെൻസിനേക്കാളും എങ്ങനെ പോകേണ്ട ഒരു 35 to 40% കൂടുതൽ വരും. ഈ 35 to 40% എന്നുള്ള എടുത്ത് പറയണത് എന്താ പറഞ്ഞാൽ, അതിൽ കൂടുതലൊന്നും സേവിങ്സ് റിനോവേഷനിൽ കിട്ടുന്ന ആൾക്കാർ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ 35 to 40% സേവിങ്സ് നമുക്ക് കൊമേഴ്സ്യൽ സൈഡിൽ നോക്കിയാൽ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഇത്രയും ഏരിയ ഉള്ള ബിൽഡിംഗ് എടുക്കുമ്പോഴാണ്. അതേസമയത്ത് നമ്മൾ പുതിയതായിട്ട് വീട് പണിയുന്നത് കുറച്ച് ഏരിയ കുറഞ്ഞ വീടാണ്. ഇവിടെ നമുക്ക് ഇത്രയും കോസ്റ്റ് ആയില്ലേ, റിനോവേഷൻ കൂടുതൽ കോസ്റ്റ് വന്നു, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ പോയിട്ട് കാര്യമില്ല. ഇത്രയും ഏരിയ ഉള്ള ബിൽഡിംഗ് പണിയണതിനേക്കാളും 30 to 40% കോസ്റ്റ് ഡിഡക്ഷൻ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ റിനോവേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുക. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി. ആർക്കിടെക്ചർ.